ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു Q&A സെക്ഷനായിട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ ഒരു കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് അറിയാനുള്ളത്, ചോദിക്കാനുള്ളത് എല്ലാം ചോദിച്ചോ, അതിനുള്ളൊരു റിപ്ലൈ വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് കുറേ പേര് എന്നോട് ഹായ് പറയുമോ, പേര് പറഞ്ഞിട്ട് ഹായ് പറയുമോ എന്ന് കുറേ കമൻസ് കാണലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും നോമ്പിനായിരിക്കും കാണുന്നുണ്ടാകുക. ഈ വീഡിയോ എടുക്കുന്നത് നോമ്പ് നമ്മൾ മാസം കാണുന്നതിൻ്റെ അന്ന് രാത്രിക്ക് തറാവിയിൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ടോ, 10:57 സമയം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ കുറച്ചധികം തന്നെ ലെങ്തിയാണ്. ഞാൻ ആദ്യം പാർട്ടായിട്ട് ചെയ്യാമെന്നതിനും വിചാരിച്ചത്. പക്ഷെങ്കിൽ ഇപ്പം നോമ്പല്ലേ, കാണാനൊന്നും അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഈ വീഡിയോ തന്നെ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ കാണുന്നുണ്ടാകുക. പക്ഷെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റൊരു കാര്യം ഇതല്ലേ ഉള്ളൂ. അവർ ചോദിച്ചതിനുള്ള മാക്സിമം റിപ്ലൈ കമൻറ്റ് ചെയ്യാന്ന്, കമൻ്റല്ല വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന്. അപ്പോൾ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ പോയി കണ്ടു നോക്കട്ടാ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് യൂട്യൂബ് ഓണാക്കിയിട്ട് നമ്മളെ ചാനലിലൊന്ന് കയറി നോക്കാം. ചാനലിൽ കയറിയിട്ട് കമ്മ്യൂണിറ്റി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 13 മണിക്കൂർ മുന്നേ ആണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി 212 കമൻസ് ഉണ്ട്. ഓരോന്നിനും നമുക്ക് റിപ്ലൈ തരാം. പെട്ടെന്ന് തന്നെ നമുക്ക് സംസാരിച്ചിട്ട് അധികം വെറുപ്പിക്കാണ്ട് തന്നെ തീർക്കാം. കുറേ കമൻസ് ഉണ്ട്. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കുറേ ഉണ്ട്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഹായ് പറയേണ്ടവർക്കെല്ലാം ഹായ് പറയുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇനിയും ഈ ഒരു പോസ്റ്റിന് ഇനിയും കമൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 11 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരെല്ലാം പറയും എൻ്റെ കമൻറ്റ് വായിച്ചിട്ടില്ല എന്നെല്ലാം പറയും. അപ്പോൾ ക്ഷമിക്കുക, ഞാൻ അതിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാണ്ടായി പോകുന്നത്. മെമ്മറീസ് വിത്ത് യുവർ സിസി ഇൻ യുവർ ചൈൽഡ്ഹുഡ്, അങ്ങനെ പറഞ്ഞല്ലേ, നീയും ഞാനുമായിട്ട് മറക്കാൻ പറ്റാത്തൊരു മെമ്മറി എന്നാണ് പറയണേ. എന്താ മെമ്മറി? ഇമാതിരി ചോദ്യം ചോദിച്ച് നിങ്ങൾ നമ്മളെ കളിയാക്കല്ലേ. പിന്നെന്താ പറയാ, ലൈഫിൽ ലൈഫിൽ കൂടുതൽ സാഡ് ആയതപ്പോൾ ഞാന് കാര്യങ്ങളും അന്റെ 2 നല്ല കാര്യങ്ങളും ഇവള് പറയണം. അന്റെ ഞാൻ പറയാം ആദ്യം. ഇന്റെ നല്ല കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാല്, അല്ല നീ ആദ്യം പറ. അന്റെ 2 നല്ല കാര്യം പറ. നല്ല 2 എന്റെ നല്ല ഇന്റെ നീ പറയുന്നേ, നീയല്ല എന്റെ പറയണ്ടേ. നീ പറ പറ നില്ലേ പറ. എന്തെങ്കിലും ഒന്ന് പറ. അങ്ങോട്ടേക്ക് ഒരു ഷോപ്പിൽ പോയാല് എല്ലാ സാധനവും വാങ്ങും. ഒന്നും വാങ്ങൂലെന്ന് പറയും, പക്ഷെ ഒരു 10,000 കളഞ്ഞിട്ടേ വരും. 10,000 അങ്ങനെയില്ല. പിന്നെ ഇവിടെ നല്ല കാര്യം പിന്നെ 100 രൂപയ്ക്ക് ഒരു ഐസ്ക്രീം വാങ്ങി തരും എന്നാൽ വേഗം പണിയെല്ലാം എടുത്ത് തരും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. കുറേ കമൻസ് ഉണ്ടായിരുന്നു. കുറേ എണ്ണത്തിന് ഞാൻ ലൈക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കമൻറ്റ് തന്നെ വായിക്കാം. ഞാൻ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കമൻറ്റ് പിൻ ചെയ്യുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. ആദ്യം കാണുന്ന കമൻറ്റ് ഞാൻ പിൻ ചെയ്യലാണ് പതിവ്. അപ്പോൾ തുടങ്ങാം. ഷഹല വഹാബ എന്ന ആദ്യത്തെ കമൻറ്റ് ചോദിച്ചിട്ടുള്ളത്. ഹായ് ഇഷത്ത, ഹൗ ആർ യു? ഹസ് നാട്ടിലേക്ക് വരാനായോ? നിങ്ങൾ ഹസ്സിൻ്റെ അടുത്തേക്ക് പോയിരുന്നോ? ഐ മീൻ ഗൾഫിൽ. അനിയത്തിൻ്റെ കുട്ടി മോനോ മോളോ? പിന്നെ നിങ്ങളുടെ നെയിം ശരിക്കും ഇഷ എന്നാണോ അതോ ഹിസാന എന്നാണോ? അപ്പോൾ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ട് വായിക്കാം. ഹസ് നാട്ടിലേക്ക് വരാനായിട്ടുണ്ട്. പക്ഷെങ്കിൽ സൗദിയിലേക്ക് തിരിച്ച് ഫ്ലൈറ്റ് ഇല്ലാണ്ട് മൂപ്പറ നാട്ടിലേക്ക് വരുന്നില്ല. ചിലപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതും ഫ്ലൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രം. നിങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, 2 തവണ പോയിട്ടുണ്ട്. മൂന്നാമത്തെ തവണ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോഴത്തേക്ക് കൊറോണ വന്നിട്ട് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അനിയത്തിൻ്റെ കുട്ടി മോനാണ്. നിങ്ങളെ നെയിം ഹിസാന എന്നാണ്. ശരിക്കും ഇഷ എന്നല്ല, ഹിസാന എന്നാണ്. നിക് നെയിമാണ് ഇഷ. അപ്പോൾ അതോ ഹിസാന എന്നാണോ? അതെ, ഹിസാന എന്നാണ്. കുറേ വായിച്ചിട്ടൊന്നും ഞാൻ അധികം വെറുപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് നല്ല ബോറേക്കും. പിന്നെ നിങ്ങളെ ഫേസ് ഒന്ന് കാണിക്കുമ്പോൾ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബിക്കോസ് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായമാണ്. ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നതിൽ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല.
ബട്ട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇത്താൻ്റെ ഒരു ഫോട്ടോ കാണിച്ചുകൂടെ? ഇൻഷാല്ല എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. എന്താ പറയുക, ഹസ്ബൻഡെല്ലാം വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഫേസ് കാണിക്കണോ എന്നെല്ലാം. എന്തായാലും ഒരു ഫോട്ടോ ഇൻഷാല്ല ഒരു 1 lakh സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആയിട്ട് എനിക്ക് ഞാൻ കാണിച്ചു തരാം. അസ്മ ഷെറി. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉപ്പ, ഉമ്മ, പെങ്ങൾക്ക് 4 മക്കളുണ്ട്. പിന്നെ ഒരു മോനും ഒരു മോളും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നസിയ നിജാസ് ഫ്രം മലപ്പുറം. നിങ്ങളെ സ്ഥിരം വ്യൂവർ ആയതുകൊണ്ട് ഇനി കൂടുതലൊന്നും അറിയാനില്ല, എനിക്കൊരു ഹായ് പറഞ്ഞാൽ മതി. അപ്പോൾ നസിയ നിജാസ് ഹായ്. അടുത്തത് സുമി. ഇത്ത പ്രത്യേകിച്ചൊന്നും ചോദിക്കാനൊന്നുമില്ല, പറ്റുകയാണെങ്കിൽ ഒരു ഹായ് തരണേ. പറ്റുകയാണെങ്കിൽ എന്ന് പറയുന്നപ്പാ സുമി ഹായ്. ഐസാസ് വേൾഡ്. ഇത്ത നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്നെ ചാനൽ തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുമില്ല, എന്നാൽ നല്ല സപ്പോർട്ടും കിട്ടിയിട്ടില്ല. കുറേ കളിയാക്കലുണ്ടേനു. പിന്നെ ചാനൽ തുടങ്ങിയപ്പോൾ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം കുറവ് തന്നെയല്ലേ, 22K ആയിട്ടുള്ളൂ. എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വ്യൂസ് 20 lakhs ആയിട്ടുണ്ട്. പിന്നെ തുടങ്ങിയപ്പം തീരെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടില്ല. കുറേ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം കയറിയിട്ടാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ പെട്ടിത്തുണി വ്ളോഗ് ചെയ്തു തരാമെന്ന് കുറച്ചെങ്കിലും കൂടിയിട്ടുള്ളത്. അടുത്ത കമൻറ്റ് ഫബിന ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇത്ത നിങ്ങൾ ഷൂട്ടിംഗ് ചെയ്യുന്ന ഫോൺ ഏതാ? ലൈറ്റിംഗ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത്? വീഡിയോസ് എല്ലാം സൂപ്പറാണ്. ഷൂട്ട് ചെയ്യുന്ന ഫോണ് iPhone 12 ആണ്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് iPhone 10 ആണ്. പിന്നെ ലൈറ്റിംഗ് ലൈറ്റ് ഇതേപോലത്തെ കുറേ ഡെക്കറേഷൻ ലൈറ്റ് ഓൺലൈനിലായിട്ടും ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിച്ച കുറേ ലൈറ്റാണ്. സഹൽ തോന്നിക്കര. എൻ്റെ പേര് ഷർമില. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മലപ്പുറമാണ് വീട്. പിന്നെ ഞാനും ഒരു ഹിജാബിയാണ് കേട്ടോ. ഈ ഹിജാബ് ഇടുന്നവരോട് എന്താണ് ഇത്താക്ക് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. നല്ല കാര്യമല്ലേ ഹിജാബെല്ലാം ഇട്ടിട്ട് നടക്കുന്നത്. പിന്നെ ഞാനൊരു ഇതിന് എന്താ പറയുക, ആദ്യം എനിക്ക് ഹിജാബ് നമ്മളെപ്പോഴും ഇടുന്നതല്ലേ. നിക്കാബ് ഇടാൻ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ല. നമ്മൾ ആരും എന്താ പറയുക മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് പുറത്തെല്ലാം പോവുക, പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് വരാൻ പറ്റും. അങ്ങനെ തുടങ്ങിയതേനു. പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കരം എന്തോ ഒരു പ്രണയം എന്നൊക്കെ പറയുന്നില്ല, അതില്ലാണ്ട് പുറത്ത് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിട്ടുണ്ട്. ഹായ് ഇത്ത, അസ്സലാമു അലൈക്കും. അവർ ഓൺ ക്രിയേഷൻസ് ആണ്. വലൈക്കും അസ്സലാം. ഇത്താത്താൻ്റെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻഡ് ഓൾസോ സൗണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാഷാ അല്ലാ. താങ്ക് യു സോ മച്ച്. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഫിയർ? അങ്ങനെ പ്രത്യേകിച്ച് ഫിയർ എന്ന് പറയുകയാണെങ്കിൽ പാമ്പിനെ കാണുന്നത് ഭയങ്കര പേടിയാണ്. പിന്നെ വാട്ട് റിയലി മേക്സ് യു ആംഗ്രി? ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ കീഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ റിനു നാസർ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഹായ് മാണം. പിന്നെ വാട്ട് ഈസ് ദ അൺഫോർഗറ്റബിൾ മെമ്മറീസ് വിത്ത് യുവർ സിസി ഇൻ യുവർ ചൈൽഡ്ഹുഡ്? ലൈഫിൽ കൂടുതൽ സാഡ് ആയിപ്പോയതപ്പോൾ, ലൈഫിൽ കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ്? ഏറ്റവും വലിയ അംബീഷൻസ്? ഫിദ നാസർ. ഹായ് മാണം കേട്ടോ. ആദ്യം തന്നെ ഫിദ നാസർ ഹായ്. അൺഫോർഗറ്റബിൾ മെമ്മറീസ് വിത്ത് യുവർ സിസ് എന്നെല്ലാം പറയാൻ മാത്രം എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ലൈഫിൽ കൂടുതൽ സാഡായതെപ്പോൾ, കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിൽ പോയപ്പോൾ ലൈഫിൽ കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ്? ഹസ്ബൻഡിനെയാണ് മിസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയ അംബീഷൻസ്, അങ്ങനെ അംബീഷൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എയർക്രാഫ്റ്റിൽ ജോലി ചെയ്യാനേനും ഇഷ്ടം. അംബീഷൻസ് അതൊന്നും ഇപ്പം എന്തായാലും നടക്കില്ല. പിന്നെ ഫൈസ. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പും ഇപ്പോഴുമുള്ള മാറ്റം? എല്ലാ വീഡിയോസും അടിപൊളിയാണ്. മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതന്നെ, ഇപ്പോൾ 11-17 ആയിട്ടും ഇതുവരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഇതിന് മുന്നേ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങലുണ്ട്. ഇപ്പം നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങൽ, നല്ല ലേറ്റായിട്ടാണ് എണീക്കൽ. അതുതന്നെയാണ് ഏറ്റവും വലിയ മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ ഷഹാന അഫ്നാസ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ണൂരിലെ പ്ലേസ് ഏതാണ്? ഞാനും കണ്ണൂരാണ്. അങ്ങനെ കുറേ ഇഷ്ടപ്പെട്ട പ്ലേസ് ഉണ്ട്. അങ്ങനെ ഓരോന്നൊന്നല്ല, കുറേ ഉണ്ട്. ഏതൊക്കെയാണെന്നെല്ലാം പറഞ്ഞാൽ ഇപ്പം പറയാം, എല്ലാം അങ്ങനെ കണ്ണൂരിലെല്ലാം ഇഷ്ടം തന്നെയാണ്. പിന്നെ മുഹമ്മദ് തളക്കോട്ടുപുറത്ത്, കുറേ പേര് കിട്ടാത്ത കുറേ പേരെല്ലാം. ചോക്ലേറ്റ് പുഡിംഗ് റെസിപ്പി. ഓൾറെഡി ഞാൻ ചോക്ലേറ്റ് പുഡിംഗ് റെസിപ്പി ചെയ്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഐസാസ് വേൾഡ്. ഇത്ത എനിക്കൊരു ഹായ് പറയുമോ? ഹായ്. ഷർബിന ഷിഹാബുദ്ദീൻ. റമദാൻ മുബാറക്. മഷാല്ല റമദാൻ മുബാറക്. ഈ വീഡിയോ എടുക്കുന്നത് റമദാൻ തുടങ്ങുന്നതിൻ്റെ തലേന്നാണ് കേട്ടോ. ഞാൻ പോസ്റ്റ് ചെയ്തതിൻ്റെ അന്ന് രാത്രിക്ക് തന്നെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ മുനീർ സുമി.
നിങ്ങളുടെ ഹസ് എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. കല്യാണം കഴിച്ച വീട് എവിടെ? വെളിയമ്പ്ര കൊട്ടാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടേക്ക് പോകാറില്ലേ? അവിടേക്ക് പോകുമ്പോൾ വീഡിയോ ചെയ്യുമോ? പോകാറുണ്ട്. ഇൻഷാല്ല ഇനി പോകുമ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാം. സജി ബഷീർ, ഇത്ത എനിക്കൊരു ഹായ് തരുമോ പ്ലീസ്? ഹായ്. റെദൂസ് വേൾഡ് ബൈ ദാനിഷ റഫീഖ്, ലവ് യു ടു. തസ്ലീമ നൗഫൽ, ഹസ്സിൻ്റെ വീടും വീട്ടുകാരെയും കുറിച്ച് പറയണേ. ഹസ്സിൻ്റെ വീട് വെളിയമ്പ്ര കൊട്ടാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉമ്മ ഉപ്പ 2 മക്കളാണുള്ളത്, ഒരാണും ഒരു പെണ്ണും. പിന്നെ ഫെമി, യൂട്യൂബ് തുടങ്ങാനുള്ള സാഹചര്യം എന്താണ്? വീട്ടിൽ സപ്പോർട്ട് ഉണ്ടോ? എത്ര വരെ പഠിച്ചു? സാഹചര്യം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കൊറോണൻ്റെ സമയത്ത് തുടങ്ങിയതാണ്. പിന്നെ ഹസ്ബൻഡ് വർക്കിൽ ഭയങ്കര ബിസി. പിന്നെ സപ്പോർട്ട് വീട്ടിൽ ഇല്ലാണ്ടൊന്നുമില്ല, എന്നാൽ നല്ല സപ്പോർട്ടും ഇല്ല. എത്ര വരെ പഠിച്ച് +2 വരെയാണ് പഠിച്ചിട്ടുള്ളത്. എന്നിട്ട് അയാട്ട കോഴ്സ് ചെയ്ത് പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത്. പിന്നെ നജു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇഷത്ത സുഖാണോ? സുഖം തന്നെയാണ്. ഒരു ഹായ് പറയുമോ? ഹായ്. ഞാൻ ഇഷത്താൻ്റെ വീഡിയോ ഡെയിലി കാണലുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് എല്ലാം പൊളിയാണ്. താങ്ക് യു. ബിൻഷിത അക്ബർ, ഇത്ത ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവാറില്ലേ? ഹസ്സിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇതെല്ലാം ഞാൻ സെയിം ക്വസ്റ്റ്യനാണ്. വീട്ടിൽ പോവാറുണ്ട്. ശരി ഇത്ത ഹായ്. ZN വേൾഡ്, ഇത്ത ഒരു ഹായ് തരൂ. ഇത്താൻ്റെ വോയിസ് സൂപ്പറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹായ്. അബൂബക്കർ MC, നിങ്ങൾ ഹിജാബി ആണോ ഇത്തൂസേ? അതെ, ഹിജാബി തന്നെയാണ്. ഹിജാബി മാത്രമല്ല നിക്കാബി കൂടിയാണ്. സഹീദ സമദ്, ഒരു ഹായ് പറയണേ. ഹായ്. അനിയത്തിയെക്കുറിച്ച് പറയാമോ? അനിയത്തിയിൽ ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ, 2 ഇഷ്ടമല്ലാത്തതും. അനിയത്തി ഫാൻസ്, ഇപ്പോൾ കുറേ അനിയത്തി ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട്. അനിയത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, നല്ലോണം അടികയുന്ന കൂട്ടത്തിലാണ്. ഞാനും ഓളും നല്ല കമ്പനിയാണ്, എന്നാൽ നല്ലോണം അടികയിലും ഉണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട 2 കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പണി പറഞ്ഞാൽ സോപ്പിട്ട് കഴിഞ്ഞാൽ വേഗം പണിയെല്ലാം എടുത്തു തരും. ഇഷ്ടമല്ലാത്ത 2 കാര്യം എന്ന് പറഞ്ഞാൽ വിചാരിച്ച സമയത്ത് തന്നെ ഓള് പറഞ്ഞ സംഭവം ആ സ്പോട്ടിൽ തന്നെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഓക്ക് ദേഷ്യം പിടിക്കും, നമ്മൾ 2 അടിയാവും. അതാണ് ഇഷ്ടമല്ലാത്ത കാര്യം. പെട്ടെന്ന് എടുക്കുന്ന ഒരു ഇതാണ്, പെട്ടെന്നുള്ള ഒരു തീരുമാനം എല്ലാം പറയുന്നില്ല, അതേപോലത്തെയാണ്. ഇപ്പോൾ എവിടെയും പോകണമെന്ന് പറഞ്ഞാൽ അപ്പോഴും പോയിട്ടില്ലെങ്കിൽ ഒരു ഒച്ചപ്പാടാണ്. അപ്പോൾ അതാണ് ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഷമ്മു ഷാൻ, ഇഷ എനിക്ക് ഒരു ഹായ് തരണേ. ഹായ്. പിന്നെ തൻ്റെ വീഡിയോസ് എല്ലാം മിസ്സാകാണ്ട് കാണലുണ്ട്. താങ്ക് യു. എന്ത് ക്യൂട്ടാടാ നിൻ്റെ സംസാരം. പൊക്കി പറയില്ല, അപ്പോൾ നിങ്ങൾ ശരിക്കും ആക്കുന്നതല്ലേ. ശരിക്കും പറഞ്ഞാൽ അല്ലാതെല്ലാം വിടും. ഇനി ദിയ റസാക്ക്, വീഡിയോ എഡിറ്റിംഗ് ഏത് ആപ്പാണ്? iMovie ആണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അത് കയറി കണ്ടോക്കാം. എന്നാൽ ഫ്ലിക്സ് CV, ഇഷത്താൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയാൽ വീഡിയോസ് ഷൂട്ട് ചെയ്യും. ഇൻഷാല്ല ഇനി പോകുമ്പോൾ എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യാം. അടുത്ത ഹോം ടൂറും എല്ലാം കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായി പോയിട്ട്. ഇനി ഇൻഷാല്ല പോകുമ്പോൾ വീഡിയോ എടുക്കാം. അഫ്രീന SK, ഇത്താക്ക് നിങ്ങളെ പറ്റി തോന്നിയിട്ടുള്ള 2 ഗുഡ് ക്വാളിറ്റീസ്. അഫ്രീന ഫ്രം താഴെ ചൊവ്വ, എനിക്ക് എന്നെ പറ്റിയിട്ട് തന്നെ തോന്നിയിട്ടുള്ള 2 ക്വാളിറ്റി അല്ലേ. എനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഉണ്ടാക്കണം, അതാണ് എൻ്റെ ഒരു ക്വാളിറ്റി. 2ാമത്തെ ക്വാളിറ്റി എനിക്കറിയില്ല, ആരെങ്കിലും എല്ലാം പറയേണ്ടതല്ലേ. അപ്പോൾ ബിൻഷി ഹാമി, ഇത്ത എനിക്കൊരു ഹായ് തരണേ. ഹായ്. ഇത്താൻ്റെ ഹസ്സിൻ്റെ ഫോട്ടോയും വീഡിയോയിൽ കൊടുക്കുമോ? കാണാനൊരാഗ്രഹം. അനിയത്തിയുടെ പിക്കും പിന്നെ കാണിക്കില്ലല്ലോ, എന്തായാലും കാണിക്കൂല, കൊടുക്കണേ. വെയിറ്റിംഗ്. ഇൻഷാല്ല ഹസ്സിൻ്റെ ഫോട്ടോ എന്തായാലും ഞാൻ ഇതിൻ്റെ സ്ക്രീൻ ഇതാക്കിയിട്ട് കാണിച്ചു തരാം, സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നാസില N, ഹായ് ഇത്ത, ഞാൻ ഇത്ത ഇടുന്ന എല്ലാ വീഡിയോസും കാണാറുണ്ട്, എല്ലാം സൂപ്പറാണ്. താങ്ക് യു. പിന്നെ എനിക്കൊരു ഹായ് പറയണേ. ഹായ് നാസില. നജു, ഇത്ത എൻ്റേതും ഹായ് പറയോ? 3ാമത് പറയോ? അതാണ് എനിക്കിഷ്ടം. ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി കേട്ടോ. ഈ വീഡിയോ ഈ കമൻറ്റ് ലാസ്റ്റ് തൊട്ടാണ് കാണുന്നത്, സോറി കേട്ടോ. എന്തായാലും 3ാമത് പറഞ്ഞിട്ടില്ലെങ്കിലും കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. നജു ഹായ്. ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം നോമ്പായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. നാളെ മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്, എന്നാലും സാരിയില്ല, നിങ്ങൾ ചോദിച്ചല്ലേ. അപ്പം എൻ്റെ നെയിം അഫ്ര, എനിക്കൊരു ഹായ് തരുമോ? അഫ്ര ഹായ്. ഇഷ ദീദി എനിക്കൊരു ഹായ് പറയോ? ഫർഹ ഹായ്. ഫാത്തിമ PK, എനിക്കൊരു ഹായ് പറയണേ. ഇത്തൂസേ ഹായ് ഫാത്തിമ.
എന്നാലും ഒന്നും ചോദിക്കാനില്ല, എപ്പോഴും വീഡിയോ കാണാറുണ്ട്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. അഫീസ് പേൾ, എനിക്ക് ചോദിക്കാനൊന്നുമില്ല, റിക്വസ്റ്റ് ഉണ്ട്, ഇടയ്ക്കിടെ ഓരോരോ ഡേ ഇൻ മൈ ലൈഫ് ഇടണേ ഇൻഷാ അല്ലാ. ഇനി അങ്ങോട്ട് ഇഫ്താർ വ്ളോഗ് ചെയ്യണമെന്നെല്ലാം പ്ലാൻ ഉണ്ട്. 30 ദിവസം ചെയ്യണമെന്നാണ് പ്ലാന്, പക്ഷെ നടക്കുമോയെന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്യാം. ഇനി ഫാത്തി, ഇത്താൻ്റെ ഡ്രസ്സൊക്കെ പൊളിയാണ്, ഹൗ യു ചൂസ് ഡ്രസ്സസ്? അതെനിക്കറിയില്ല കേട്ടോ. പൊളിയാന്ന് എല്ലാവരും പറയാറുണ്ട്, പക്ഷെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇന്നത് പെയറാവും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരും. അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡിനോട് ചോദിക്കും ഇത് സ്യൂട്ടാവും എന്നെല്ലാം ചോദിക്കും, അപ്പോൾ ഓറും ഇത് പറഞ്ഞുതരും, എന്ത് അഭിപ്രായം പറഞ്ഞുതരും. അങ്ങനെയാണ് ഡ്രസ്സെല്ലാം ചൂസ് ചെയ്യൽ. ക്രേസി, ഐ ആം ഇർഫാന ജംഷീർ, സേവ് മൈ നെയിം ആൻഡ് സേ ഹായ്. ഹായ് ഇർഫാന ജംഷീർ. വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആൾ, അങ്ങനെ ചോദിച്ചാൽ ഇപ്പം എങ്ങനെയാണ് അപ്പോൾ പറയാം, എല്ലാവരും എനിക്ക് ഇഷ്ടം തന്നെയാണ്. കൂടുതൽ ഇഷ്ടം ഉമ്മാനെയാണ്, പിന്നെ ഉപ്പാന, പിന്നെ കാക്കാന, അനിയത്തിന് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറയണ്ട, എല്ലാവരും ഒരേപോലെ ഇഷ്ടം തന്നെയാണ്. Q&Aയിൽ എന്തായാലും മുഖം കാണിക്കൊണ്ടി അങ്ങനെ പറഞ്ഞാൽ തിരിയുന്നില്ല കേട്ടോ. ഫരീദ റാഷിദ്, ഒന്നും ചോദിക്കാനില്ല, ഒരു ഫോട്ടോ ഇടണേ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാ ഇടാട്ടോ. 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സായിട്ട് എനിക്കിടാം. ഇത്താൻ്റെ മാരേജ് വീഡിയോസ് ഇടാൻ പറ്റുമോ നിജ്മ? അല്ലെങ്കിൽ ഫോട്ടോസ് ആയാലും മതി, ഫേസ് കാണിക്കാൻ പറ്റില്ലെങ്കിൽ ഇമോജി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ ഇത്ത? എന്തായാലും ഹസ്സിനോട് പെർമിഷൻ മേടിച്ചിട്ട് എന്നല്ല ചോദിക്കുക, മേടിച്ചിട്ട് കൊല്ലം അങ്ങോട്ടാന്ന് തോന്നുന്നല്ലേ, മേടിച്ചിട്ട് മാരേജ് വീഡിയോസ് ഇടാൻ നോക്കിട്ടാ. ഇനിയും ഒരുപാട് റീച്ചിലോട്ട് എത്തട്ടെ. മാഷാ അല്ലാ, താങ്ക് യു. എന്തായാലും ഒരു മാരേജ് ഫോട്ടോ ഞാനിടാം ഇമോജി വെച്ചിട്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ചാനലാണിത്, താങ്ക് യു സോ മച്ച്. ഷാസി, ഇഷത്താത്ത ഫാമിലി എല്ലാവരെയും നെയിം സിസ് ബ്രോ അങ്ങനെ എല്ലാവരെയും പറയോ പ്ലീസ്. ഇസാനത്താത്ത ഫാൻസ്, താങ്ക് യു. പിന്നെ ഉമ്മാൻ്റെ പേര് ഷഹറ, ഉപ്പാൻ്റെ പേര് നസീർ. എൻ്റെ ഫുൾ നെയിം ഫാത്തിമത്ത് ഹിസാന നസീർ NN എന്നാണ്. പിന്നെ അനിയത്തിൻ്റെ പേര് ഫാത്തിമ ഫസ്ന. കാക്കാൻ്റെ പേര് നിയാസ് എന്നെല്ലാം വിചാരിച്ചിട്ട് നിങ്ങൾ എന്തെല്ലോ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ കാക്കാൻ്റെ പേര് നിയാസ്, കാക്കാൻ്റെ അമ്മായിൻ്റെ പേര് നജ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജെറീഷ്, അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദാനിഷ്. അപ്പം തസ്ലീമ നൗഫൽ, എൻ്റെ നെയിം ഒന്ന് ഇനിയും പറയണേ ഇഷു പറഞ്ഞിട്ടുണ്ട്. ലൈവ് വരണം ഫർഹ ഇൻഷാ അല്ലാ, പറ്റുമെങ്കിൽ ഒരിക്കൽ ലൈവ് വരാം. ഷബാമിൻ, എനിക്കൊരു ഹായ് പറയുമോ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു. ഹായ് ഷബാമിൻ. ഫാത്തിമ യസ്രിബ്, നിങ്ങളുടെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടം, അതുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഇനിയും വേണം ഇൻഷാ അല്ലാ, ട്രൈ ചെയ്യുക. അതിനാരോ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ചാനലുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഉണ്ട്, അതിലൊന്ന് സപ്പോർട്ടാക്കും ഇൻഷാ അല്ലാ, ഞാൻ എന്തായാലും കയറി വരാം കേട്ടോ. നജ്മ റാസിഖ്, ഇഷുത്താൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ നെയിം ആൻഡ് അവരെ സെലക്ട് ചെയ്യാനുള്ള റീസണ് ഞാൻ പറഞ്ഞുതരാണ്. നീ വാട്സപ്പിൽ ഓൺലൈനിൽ പറഞ്ഞുതരാം കേട്ടാ. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേര് എനിക്കറിയില്ല അല്ലേ, ഞാൻ പറഞ്ഞുതരാം, അതും ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നീ എന്നെ എനിക്കറിയില്ലേനു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ. അപ്പോൾ ഈ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞുതരാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് നജ്മ റാസിഖ്. ഓളിപ്പം റാസിഖ് ആയതാണ്, ഇതുവരെ നജ്മത്ത് നേനു. ഇപ്പം ഓളെന്താ പറയുക, മോഡേൺ ആയിട്ട് നജ്മ റാസിഖ് എന്നുള്ള ആയിട്ടുണ്ട്. ഓൾ ആദ്യത്തെ പേര് നജ്മത്ത് കേസി എന്നാണ് കേട്ടോ. ബാക്കി നീ വാട്സപ്പിൽ ഓൺലൈനിൽ വന്നേരം പറഞ്ഞുതരാം. പിന്നെ ഇതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന കമൻസാണ്, അതാണ് ഞാൻ ഇടയ്ക്കിലൂട്ട് കയറ്റുന്നത്. അഫ്സൽ പാലാക്കണ്ടി, ഇത്ത ഫുഡ് ഉണ്ടാക്കുമ്പോൾ അനിയത്തി ഹെൽപ്പ് ചെയ്യുമോ? എപ്പോഴും നിങ്ങളാണോ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്യാറ്? അല്ല കേട്ടോ, അനിയത്തിൻ്റെ പണി പാത്രം കഴുകലും, എൻ്റെ പണി സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം കിച്ചണിൽ കയറലും, എല്ലാ ദിവസവും എൻ്റെ പണി മിറ്റടിച്ച് വരലും ഉള്ളടിച്ച് വരലും മാത്രമാണ്. പിന്നെ എല്ലാ ദിവസവും ഉമ്മാൻ്റെ പണിയാണ് കിച്ചൺ മെയിൻറ്റെയിൻ, നമ്മളെയൊന്നല്ല കേട്ടോ. പിന്നെ റിസു അമീൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്കൂൾ മേറ്റ് ഉണ്ട്, റാണിബ എന്നാണ് പേര്. ഓൾ എന്നോട് എല്ലാ കമൻസിലും പറയുന്നുണ്ട് ഹായ് പറയണേന്ന്, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹായ് റാണിബ. നെക്സ്റ്റ് അബ്ദുറഹ്മാൻ സുവൈർ, ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ പഠിച്ചോനെ. ഒന്ന്, നിങ്ങളുടെ ശരിക്കും നെയിം എന്താണ്? ഫാത്തിമത്ത് ഹിസാന എന്നാണ് എൻ്റെ പേര്. നിങ്ങളിപ്പോൾ പഠിക്കുന്നില്ലേ? ഇനി പഠിക്കാൻ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷമായി, 8ാമത്തെ വർഷം തുടങ്ങിയിട്ടുണ്ട്.
നിങ്ങളുടെ വീട് എവിടെ? കണ്ണൂർ ജില്ലയിലെ എടയന്നൂരാണ് എൻ്റെ വീട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട യൂട്യൂബർ ഏതാണ്? അങ്ങനെയൊന്നുമില്ല, കുറേ യൂട്യൂബേഴ്സിന് ഇഷ്ടമാണ്. മെയിനായിട്ട് ഇപ്പോൾ കാണുന്നത് അപർണ തോമസിൻ്റെ വീഡിയോസാണ്. പിന്നെ കുറേ ആളുണ്ട്, കുറേ പറയാൻ നിന്നാൽ ഇപ്പോൾ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. പിന്നെ നിങ്ങൾ അധികം ഏത് യൂട്യൂബ് ചാനലാണ് കാണുന്നത്? അപർണ തോമസിനെയാണ്. പിന്നെ DK Tales കാണലുണ്ട്, GP ചേട്ടൻ്റെ കാണലുണ്ട്, അങ്ങനെയെല്ലാം കുറേ കാണലുണ്ട്. നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത്? iPhone 12 ആണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫോണിലാണോ? അതെ, ഈ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോണ് ഇതന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട ഫോൺ ഐഫോണാണ്. പിന്നെ ഇഷ്ടപ്പെട്ട കളറ് റെഡ് ഇഷ്ടമാണ്, ബ്ലൂ ഇഷ്ടമാണ്, വൈറ്റ് ഇഷ്ടമാണ്, ബ്ലാക്ക് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട കളറൊന്നുമില്ല, എല്ലാ കളറും ഇഷ്ടമാണ്. പിന്നെ ഷാസ് ബേബി, ഹായ് ഇത്ത, നിങ്ങളുടെ ബ്യൂട്ടി സീക്രറ്റ് ഒന്ന് പറയാമോ? അങ്ങനെ പ്രത്യേകിച്ച് ബ്യൂട്ടി സീക്രറ്റ് ഒന്നും ഇല്ല. ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, ഫേസിലും ഹാൻഡിലും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കാറുണ്ട്. പിന്നെ നല്ലോണം വെള്ളവും കുടിക്കാറുണ്ട്. ഇതാണ് ചെറിയൊരു സീക്രറ്റ്. പിന്നെ ഒരു ഹായ് പറയുമോ? എനിക്ക് നല്ല ഇഷ്ടമാണ്. റെദൂസ് വേൾഡ് ബൈ ദാനിഷ റഫീഖ്. ഹായ് മിറാക്കിൾസ്, ഞാൻ റിയൻ്റെ ഫ്രണ്ടാണ്, ഒരു ഹായ് പറയണേ. ഹായ് മിറാക്കിൾസ്. നെക്സ്റ്റ് ഫിദാസ് ഹനീഫ, എന്താ ഇപ്പം ചോദിക്കുക ഇത്താൻ്റെ അനിയത്തിനെ പോലെ എനിക്ക് 2 അനിയത്തി ഉണ്ട്. നമ്മൾ ഫുൾ ടൈം അടിയായിരിക്കും. പക്ഷേ അവർ വീട്ടിലില്ലെങ്കിൽ ഒരു രസമുണ്ടാവില്ല. അതുപോലെ തന്നെയാണോ ഇത്താക്കും? അതേപോലെ തന്നെയാണ്. ഓളില്ലെങ്കിൽ ഒരൊച്ചപ്പാടൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ ഓക്ക് ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല. ഫുൾ ടൈം അടി തന്നെയാണ്. പക്ഷെ എന്നാൽ ഇല്ലെങ്കിൽ ഒരു മിസ്സിങ് ആണ്. മുനവി, ഹായ്, ഞാൻ മഷൂറ റൈസ്. മഷൂറ എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് ബഷീറിൻ്റെ 2ാമത്തെ ഓളിയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഹായ് മഷൂറ റൈസ്, ഹായ് പറഞ്ഞു കേട്ടാ. ജുനൈന അൻഷാദ്, ഞാൻ വീഡിയോ എപ്പം കാണാറുണ്ട്, കമൻസ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ഹസ്ബൻഡ് വീട് ഒന്ന് ഹോം ടൂർ ചെയ്യുമോ? ഇൻഷാല്ലാ. ഈഗിൾ എന്നാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്, അതാണ് ഞങ്ങൾക്ക് വായിക്കാൻ കിട്ടാണ്ടായി പോകുന്നത്. നിങ്ങൾ നേർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ ഇൻഷാല്ലാ ഇനി ഹോം ടൂർ ചെയ്യാം. ഇഷാസ് വ്ളോഗ്, ഹലോ ഇഷത്ത, ഞാനും കണ്ണൂരാണ്. ഇത്താക്ക് കുക്കിംഗ് ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, നല്ലോണം ഇഷ്ടമാണ്. ഇത്താക്ക് ഇഷ്ടപ്പെട്ട കുക്കിംഗ് യൂട്യൂബർ ആര്? പിന്നെ എനിക്കൊരു ഹായ് പറയോ? എനിക്ക് അങ്ങനെ കുറേ യൂട്യൂബേഴ്സിന് ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ പേരൊന്നും പറയാൻ പറ്റില്ലല്ലോ, കുറേ പേരുണ്ട്. കുറേ ചെക്ക് ചെയ്തിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യൽ. അങ്ങനെ എൻ്റെ പ്രത്യേകിച്ചുള്ള റെസിപ്പീസ് മാത്രമല്ല, എല്ലാവരെയും കയറി ചെക്ക് ചെയ്തിട്ടാണ് ഞാനെല്ലാം ഉണ്ടാക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. മുഹമ്മദ് സിനാൻ, എൻ്റെ മകൾക്കൊരു ഹായ് പറയോ ഇത്ത? മോളെ പേര് ഫാത്തിമ ഇസാന്നായിരിക്കും. ഇങ്ങനെ വീഡിയോക്ക് കട്ട വെയിറ്റിംഗ് ആണ് ഇപ്പോഴും. താങ്ക് യു സോ മച്ച് ഫാത്തിമ ഇസ. ഹായ് സിറാജ് ഡ്യൂഡ്, ഇത്തൂസെ നിങ്ങളെ വീഡിയോസ് പൊളിയാണ് കേട്ടോ. നിങ്ങളെ എല്ലാ വീഡിയോസും കാണലുണ്ട്. ഇത്തൂസിനെ ഒരുപാട് ഇഷ്ടം. താങ്ക് യു സോ മച്ച്. ഷാസിന അംജിത് അങ്ങനെ എന്തുവാന്ന് വായിക്കുക. ഹായ് ഹസ്, ഹോം ആരൊക്കെയുണ്ട്? അവിടെ നിൽക്കാൻ പോവാറുണ്ട്. ഹോമിൽ ആരൊക്കെയുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നാജി, ഹായ് ഇഷത്ത, എനിക്ക് നിങ്ങളെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംസാരം ഈസി ആയിട്ടുള്ള കിച്ചൺ ടിപ്സും തന്നെയാണ്. താങ്ക് യു. ഇനി അങ്ങോട്ടും ഈ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പേര് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. നെയിം ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സാരിയില്ല. ഹായ് ഇഷത്ത, നിങ്ങളെ വീഡിയോസ് എല്ലാം പൊളിയാണ്. വേഗം 1,00,000 ആവട്ടെ. എൻ്റെ നെയിം പറഞ്ഞൊരു ഹായ് പറയോ? ഫാത്തിമ ഹായ്. പിന്നെ ആരോ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഹായ് ഡിയർ, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യോ? ഇത് കുറേ ആയല്ലോ കാണുന്നത്. FZ പാഷൻസ് ആൻഡ് വ്ളോഗ്, ഹായ്. എന്തായാലും ചെയ്യാട്ടാ. അടുത്തത് ഷർബിന ഷിഹാബുദ്ദീൻ, എനിക്ക് ഇഷയോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല. എനിക്ക് ഇഷയെയും വീട്ടുകാരെയും അറിയാം. ഒരു ഹായ് തന്നെ ഫ്രീ ആയിട്ട്. ഷർബിന ഹായ്, ഫ്രീ ആയിട്ട് ഒരു ഹായ് തന്നിട്ടുണ്ട് കേട്ടാ. റസിയ PH, എൻ്റെ എല്ലാ കമൻസും ഉണ്ടാകുന്ന ഒരാളാണിത്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം ഇൻഷാല്ലാ. നേരിട്ട് എന്തായാലും കാണാം അല്ലേ മോളെ? അപ്പോൾ പറയാം ഇൻഷാല്ലാ നേരിട്ട് കാണാൻ പറ്റട്ടെ. ഹായ് തരുമോ? ആഷ്ന ഫാത്തിമ ഹായ്. ആഷിദ മുഹമ്മദ് ജസീർ, നിങ്ങളെയും ഹസ്ബൻഡിൻ്റെയും ഫാമിലിയെക്കുറിച്ച് പറയാമോ? യൂട്യൂബ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ ആരാണ്? ഹസ്ബൻഡിൻ്റെ ഫാമിലി ഉപ്പ ഉമ്മ 2 മക്കൾ
എൻ്റെ ഫാമിലിയിൽ ഉപ്പ ഉമ്മ 3 മക്കൾ, ഒരാണ് 2 പെണ്ണ്. ഇൻസ്പിറേഷൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹസ്ബൻഡിനോട് ചോദിച്ച് ചാനൽ തുടങ്ങട്ടെ, അപ്പോൾ മൂപ്പർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് വർക്കിൽ ബിസി ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലാത്ത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മുഹമ്മദ് ഷാഹിദ്, വ്ളോഗ് സൂപ്പറാണ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റമി ഹക്കീം, ഹായ് ഇത്ത ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം ഒന്ന് പറയോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, കൊറോണ ആയതുകൊണ്ട് വെറുതെ ഒരു ഇതിൽ തുടങ്ങിയതാണ്. പിന്നെ അതൊരു പാഷനായിട്ട് മാറി. എനിക്ക് ഇത്തയെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ പ്രസൻറ്റേഷൻ കിടുവാണ്. എൻ്റെ പേര് പറഞ്ഞൊരു ഹായ് പറയോ? റമി ഹക്കീം ഹായ്. സന ഷൗക്കത്ത്, സന ഫാത്തിമ ഒരു ഹായ് പറയുമോ? സന ഫാത്തിമ ഹായ്. മുഹമ്മദ് ടി, ഞാൻ നിങ്ങളെ എല്ലാ വീഡിയോയും കാണാറുണ്ട്, അടിപൊളിയാണ്, നിങ്ങൾ ഒരു ഹായ് പറയുമോ? നെയിം ഫിദ ബഷീർ ഹായ്. ഹൈഫാസ് വേൾഡ് ഹായ് ഇത്ത വീഡിയോ ചെയ്തതിൽ ഇത്താക്കു ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ വീഡിയോ ഏതാ? പിന്നെ അതുപോലെ ഏറ്റവും ഇഷ്ടമായ വീഡിയോ ഏതാ? ഫേവറേറ്റ് യൂട്യൂബർ? അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ഏത് വീഡിയോ ചെയ്യണ്ട അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഏറ്റവും ഇഷ്ടമായ വീഡിയോ ഫാസിലിൻ്റെ കല്യാണ വീഡിയോ ആണ്. പിന്നെ യൂട്യൂബർ അപർണ തോമസ് ആണ്. പിന്നെ ജസീല നേർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ ജസീല മലപ്പുറം. നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, അതുകൊണ്ട് ഒരുവിധം എല്ലാ കാര്യവും അറിയാം. താങ്ക് യു. എൻ്റെ നെയിം ഷിഫാന, എനിക്കൊരു ഹായ് പറയൂ? ഹായ് ഷിഫാന. ഹായ് തരുമോ? അൻഷി ഹായ്. മോൻ്റെ പള്ളിക്കൂടൽ വ്ളോഗ് ചെയ്യണം, ഇൻഷാല്ല എടുത്തു വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും, ഈ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റൂല. ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഒന്ന് വിഷ് ചെയ്യുമോ? ഇപ്പോൾ എന്തോ ബർത്ത്ഡേ ഇപ്പോൾ വിഷ് ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ ഹസ്ബൻഡ്. അഞ്ചു സ്റ്റോക്സിൻ്റെ ഹസ്ബൻഡിന് എൻ്റെ വക ഹാപ്പി ബർത്ത്ഡേ. അസ്മ ഷെറി ഹായ്. സെയ്ദ് നെയ്സാന, ഇത്ത എൻ്റെ നെയിം നെയ്സാന, എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിക്കും തന്നെയാണെന്ന് വിചാരിക്കുന്നത്. എന്നാണ് ഇത്ത എനിക്കൊരു ഹായ് പറയുമോ? എന്നാണെന്ന് എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. നെയ്സാന ഹായ്. പിന്നെ റഹ്മത്ത് അഹമ്മദ് ഹായ് ഇത്ത, വ്ളോഗ് എടുക്കുമ്പോൾ മാത്രമാണോ ഫുൾ ടൈം ഹിജാബ് ഇടാറുണ്ടോ? ഫുൾ ടൈം ഹിജാബ് ഇടലുണ്ട്. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ആണ് കൂടുതലായിട്ട് ഇടുന്നത്, വീട്ടിൽ നിന്നൊന്നും ഇടാറില്ല കേട്ടോ. പിന്നെ പുറത്ത് പോകുമ്പോൾ എല്ലാം ഹിജാബ് നിക്കാബ് ഇടലുണ്ട്. പിന്നെ അടുത്തുള്ള കല്യാണത്തിന് പോകുമ്പോൾ മാത്രമേ പാർട്ടി വെയറെല്ലാം ഇടാറുള്ളൂ. എനിക്കൊരു ഹായ് പറയുമോ? എനിക്ക് ഇത്താനെ ഭയങ്കര ഇഷ്ടമാണ്, താങ്ക് യു. ഹായ് പെയിനറ്റ്, കുറേ പേരറിയാത്ത പേരെല്ലാം ഉണ്ട്, പ്രൊണൗൺസിയേഷൻ ശരിക്കും തന്നെയാണെന്ന് വിചാരിക്കുന്നത്. ഇത്താക്ക് എത്ര വയസ്സായി? 25 വയസ്സായി. ഷഫീറ ആമിന, അസ്സലാമു അലൈക്കും. ഞാൻ ഷഫീറ ഷുഹൈൽ, ഞാൻ കണ്ണൂരാണ്. സ്ഥിരമായി വീഡിയോ കാണുന്നത് കൊണ്ട് ചോദിക്കാനൊന്നുമില്ല, ഹായ്. ഒരു ഹായ് പറയോ? ഹായ് ഷഫീറ ആമിന അറ്റ് ഗഫൂർ. ഹായ് ഇഷത്ത, നിങ്ങൾ എനിക്കൊരു ഹായ് പറയോ? ഫാത്തിമ എന്നായിരിക്കും പേര്. ഫാത്തിമ ഹായ്. ഇത്താൻ്റെ വീഡിയോസിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇത്താൻ്റെ സൗണ്ടാണ്, താങ്ക് യു. കാണിക്കുന്നതിൽ ഇഷ്ടമില്ലേ? പ്ലീസ് ടെൽ മീ. എന്താണെന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് തീർന്നിട്ടില്ല. കണ്ണൂർ എവിടെയാണ് നിങ്ങളുടെ പ്ലേസ്? കണ്ണൂർ എടയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മട്ടന്നൂർ, കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വരും. നിയ അനീസ്, അനിയത്തിൻ്റെ നെയിം എന്താ? ഞാനും കണ്ണൂരാണ്, ഒരു ഹായ് പറയണേ. നിയ അനീസ് ഹായ്. അനിയത്തിൻ്റെ പേര് ഫസ്ന എന്നാണ്. എനിക്കൊരു ഹായ് പറയണേ, ഇത്താൻ്റെ സംസാരം ഇഷ്ടമാണ്. സമീറ സിറാജ് ഹായ്. മജീദ് ടൈറ്റാനിക്, അബായ വീഡിയോ ചെയ്യുമോ? ഫേസ് വാഷ് ചെയ്യുന്ന സോപ്പ് ഒന്ന് നെക്സ്റ്റ് വീഡിയോ കാണിക്കുമോ? പുതിയ വീട്ടിലെ കിച്ചണിൽ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അബായ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഫേസ് വാഷിൻ്റെ സോപ്പ് ഞാൻ പിന്നെ ഫേസ് വാഷ് ചെയ്യുന്ന സോപ്പ് തന്നെ ഡെർമാഡ്യൂൻ്റെ ആക്നി സോപ്പാണ്. അത് കഴിഞ്ഞ ഡൈൻമൈ ലൈഫിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പുതിയ വീട്ടിലെ കിച്ചണിൽ ഐലൻഡ് കിച്ചൺ ചെയ്യാനാണ് പ്ലാന്, നടക്കുമെന്നൊന്നും അറിയില്ല, എന്തായാലും നിങ്ങൾ ദ്വാരക്കുക. മുഫീദ, ഫേസ് ചെറുതായിട്ടെങ്കിലും ഒന്ന് കാണിച്ചൂടെ? ഇൻഷാല്ല കാണിക്കാം കേട്ടോ. പിന്നെ റുബീന റാഷിദ്, റുബീന റാഷിദ്, ഞാനും കണ്ണൂർ തന്നെയാണ്, എനിക്കൊരു ഹായ് പറയോ? ഹായ് റുബീന. ഇഷൻ്റെ വീഡിയോ ഞാൻ കണ്ടത് തന്നെ വീണ്ടും വീണ്ടും കാണൽ തന്നെയാണ് എൻ്റെ പണി, കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഡേ ഇൻ മൈ ലൈഫ് ഇനിയും വേണം. നോമ്പിൻ്റെ സ്പെഷ്യൽ കടി വീഡിയോ ഇടണേ ഇൻഷാല്ല. നോമ്പിന് ഇഫ്താർ വ്ളോഗ് ചെയ്യാൻ പ്ലാനുണ്ട്, നടക്കുമെന്നൊന്നും അറിയില്ല, എന്തായാലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നോടൊരു ഹായ് പറയില്ലേ?
ഫമീസ് എന്താ പേരെനിക്ക് അറിയുന്നില്ല. ഹായ്, ഇറ്റ്സ് മീ മുഫ്ലിഹ. വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് പറയുമോ? വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ടിപ്സ് എന്താണെന്ന് പറയുകയാണെങ്കിൽ രാവിലെ എണീച്ചമ്പാടും നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രക്കായും പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടിയിട്ട് മിക്സിയിൽ നല്ലോണം പാലിട്ടിട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ രാവിലത്തെ കത്തലിന് ശേഷം രാത്രിക്കത്തെ ഫുഡിന് ശേഷം ഒരു ഗ്ലാസ് കുടിക്കുക. നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കാലം അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് കഴിച്ചാലും തടിക്കാത്തൊരു ശരീരമാണ്. സത്താർ ജംഷി സൻഹ, മാരേജ് കഴിഞ്ഞ് എത്ര ഇയറായി? ഹസ്ബൻഡിൻ്റെ വീട് എവിടെയാണ്? മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ 7 കൊല്ലം കഴിഞ്ഞ് 8ാമത്തെ കൊല്ലമാണ്. ഈ സെപ്റ്റംബറിലേക്ക് 8 വർഷം പൂർത്തിയാകും. ഹസ്ബൻഡിൻ്റെ വീട് വെളിയമ്പ്ര കൊട്ടാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിങ്ങൾ കണ്ണൂരിൽ എടയന്നൂർ. എനിക്കൊരു ഹായ് തരണേ. അഫ്സൽ ടി കെ ഹായ്. ഹസ്സിൻ്റെ വീട്ടിലേക്ക് പോകാറില്ലേ? അവിടെ നിന്ന് വീഡിയോ ചെയ്യുമോ? ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഇപ്പോൾ കുറച്ചാലായി പോയിട്ട്, ഇങ്ങനെ യൂട്യൂബെല്ലാം തുടങ്ങിയതുകൊണ്ട് കുറച്ചായി പോയിട്ട്. ഇൻഷാല്ല ഇനി പോയിട്ടാകുമ്പോൾ വീഡിയോ ചെയ്യാം. സുഫൈറത്ത് UK, ചാനൽ തുടങ്ങാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരായിരുന്നു? ഹസ്ബൻഡാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഷെബിന ഷെബു. ഇത്ത സിസിൻ്റെ നെയിം ഏജ്, ഇത്താൻ്റെ ഏജ്. സിസിൻ്റെ നെയിം ഫസ്ന, ഏജ് 20, എൻ്റെ ഏജ് 25. 2 പേരുടെ എഡ്യൂക്കേഷൻ +2. ആലിയ ഷംസു, റമദാൻ സ്നാക്ക് ഇടണേ പ്ലീസ്. പിന്നെ എൻ്റെ പേര് പറഞ്ഞൊരു ഹായ് പറയണേ. ആലിയ ഷംസു ഹായ്. റമദാൻ സ്നാക്ക് എന്തായാലും ഇടാം, ഇൻഷാല്ല ട്രൈ ചെയ്യാം. ഷുഹൈല, എനിക്കൊരു ഹായ് പറയണേ. ഹായ്. മുഹമ്മദ് അലി, ചോക്ലേറ്റ് പുഡിംഗ് റെസിപ്പി ചെയ്യുമോ? ചെയ്തിട്ടുണ്ട് ഓൾറെഡി, എന്തായാലും നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്ക്. പിന്നെ ജൂലി പോൾ, ഹായ്, എൻ്റെ നെയിം ജൂലി പോൾ, തൃശ്ശൂരാണ് വീട്. പിന്നെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു. സംസാരം കിടുവാണ്, താങ്ക് യു. പിന്നെ ശരിക്കും ഫേസ് എന്താ കാണിക്കാത്തത്? പിന്നെ ജോബിന് പോകാൻ ഇഷ്ടമില്ലേ? മാപ്പിളൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, മാപ്പിളക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, അതുപോലെ രണ്ടാളുടെയും പരസ്പരം ഇഷ്ടപ്പെടാത്തതും. ഹലോ, പണി പാളിയല്ലോ. എന്താ പറയുക, ഫേസ് എന്താ കാണിക്കാത്തതെന്നല്ലേ? ഫേസ് കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നും കാരണമൊന്നുമില്ല. എനിക്കെന്തോ ഒരു ചമ്മൽ മാത്രമല്ല, ഒരു താല്പര്യമില്ല. പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ജോബിന് പോകാൻ ഇഷ്ടം, ജോബ് കിട്ടാണ്ട് ജോബിന് എങ്ങനെയാണ് പോവുക? പിന്നെ ഞാൻ പഠിച്ചത് +2 വരെയാണ്. പിന്നെ ഈ ഒരു യൂട്യൂബായിട്ട് ഇങ്ങനെ ജോബ് ചെയ്ത് പോകുന്നത്. മാപ്പിളൻ്റെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും എന്തും നോ പറയൂല. ഏതൊരു കാര്യവും നമുക്ക് സാധിച്ചു തരുകയും ചെയ്യും. എന്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞാലും വാങ്ങിച്ചു തരുകയും ചെയ്യും. മാപ്പിളക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഇപ്പം എങ്ങനെ എനിക്കറിയാം, ഓരോട് വയ്ക്കണ്ടേ? അതുപോലെ രണ്ടാളുടെയും പരസ്പരം ഇഷ്ടപ്പെടാത്തത്, അതെനിക്കറിയില്ല. എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യമൊന്നുമില്ല. ഒരു കാര്യമുണ്ട്, എനിക്ക് മാപ്പിളിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്. ചാറ്റ് ചെയ്തിട്ട് കണ്ട് കഴിഞ്ഞിട്ടും വാട്സപ്പിൽ 2 നീല ശരിയുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞിട്ടും റിപ്ലൈ തരാൻ കുറച്ച് ലേറ്റ് ആവും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യം. വാവ് ബ്യൂട്ടി, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അതൊക്കെ പറഞ്ഞതിന്. ഏതുവരെ പഠിച്ചു? +2. ഫേവറേറ്റ് ഫുഡ് ബീഫ് ദം ബിരിയാണിയാണ്, തലശ്ശേരി ബീഫ് ദം ബിരിയാണി. ഹസ്ബൻഡ് എവിടെയാണ് ജോബ്? സൗദി ദമാമാണ്. ഇഷ ഗൾഫ് കൺട്രീസ് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്, 2 തവണ പോയിട്ടുണ്ട്. സൗദിയിൽ ദമാമിലാണ്. ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും നിന്ന് എടുക്കലുണ്ട്. മെഹന്തി ഇടാൻ അറിയാം, കുറച്ചെല്ലാം അറിയാം. പിന്നെ എനിവേ ഞാൻ ഇഷൻ്റെ ഒരു വലിയ ഫാനാണ്. ഇങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. റിപ്ലൈ മൈ ക്വസ്റ്റ്യൻ, എല്ലാവരും റിപ്ലൈ തന്നിട്ടുണ്ട്. ഗഫൂർ അബ്ദുൽ ഖാദർ, അനിയത്തിൻ്റെ നെയിം എന്താ? ഫസ്ന. പ്ലീസ് എന്നോട് ഒരു ഹായ് പറയൂ. നാജി ഹായ്. എൻ്റെ പേര് ഷംന, വീട്ട് മട്ടന്നൂർ. എൻ്റെ പേര് പറഞ്ഞൊരു ഹായ് പറയോ? ഷംന ഹായ്. ഹസ് എന്ത് ചെയ്യുന്നു? ഹസ് സൗദിയിൽ വർക്ക് ചെയ്യുന്നു, ദമാമിൽ. ഇപ്പം സ്വന്തമായിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെ എന്തോ ആണ്. ശരിക്കും അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഇംഗ്ലീഷിൽ എന്തെല്ലോ പറയുകയാണ് ചെയ്യുക, അതുകൊണ്ട് ഞാൻ ചോദിക്കലില്ല. സ്വന്തം കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സ്വന്തം കമ്പനീൻ്റെ പേര് ആബിസ് അറേബ്യ എന്നാണ്. ഫേസ്ബുക്കിലായിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ തിരിയും എന്താ പണിയെന്നല്ലോ. അപ്പോൾ ഷമീമ നക്കൂട്ടിൽ, എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനും ചോദിക്കാനും ഇല്ല. ഒരു ഹായ് പറയോ നെയിം പറഞ്ഞ്? ശരിയാട്ടോ, ഞാൻ അധികം ഷെമീന എന്നാണ് പറയൽ, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറഞ്ഞു തന്നെ ഷമീമാണ്. സോറി കേട്ടോ ഷമീമ. ഹായ് തരുമോ? സാലിം സയ്യിദ് ഹായ്. സുലു ജാഫർ, നിങ്ങൾ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയും. ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അനുവദിക്കാത്ത ഉമ്മ, സത്യമായിട്ട് നമ്മുടെ ഉമ്മമാർക്ക് പഠിച്ചവൻ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ആമീൻ.
പിന്നെ നിങ്ങളോട് ചോദിക്കാൻ വിചാരിച്ചത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന നിക്കാബ് നാട്ടിൽ നിന്ന് വാങ്ങിയതാണോ? എല്ലാ നാട്ടിൽ നിന്നല്ല വാങ്ങിച്ചിട്ടുള്ളത്, സൗദിയിൽ നിന്നാണ്. പക്ഷെങ്കിൽ അനിയത്തി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ ലൈല അബായെന്ന്. പക്ഷെങ്കിൽ ഇപ്പം അവിടെ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കുറേ ആയിപ്പോയല്ലോ കമൻസ് കാണുന്ന, നിങ്ങൾക്ക് നല്ല ബോറടിയായിരിക്കും. അപ്പോൾ എന്തായാലും മൈ സാരയിൽ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. കളേഴ്സ് ഓഫ് മാജിക്, ഹലോ ഇത്താ സുഖാനോ? നെയിം ചമ്മ, ഹായ് സുഖം തന്നെയാണ്. ഷമീന നവാസ്, ഹായ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്താൻ്റെ ചാനൽ, അടിപൊളിയാണ് എല്ലാം. സ്കൂൾ എവിടെയാണ് പഠിച്ചത്? താങ്ക് യു. പിന്നെ സ്കൂൾ പഠിച്ചത് മജ്ലിസിലാണ്, മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം ഉളിയിലാണ്. ഹാദിയ, നിങ്ങൾക്ക് പറയൂലേ ആ ഒച്ചപ്പാടും ബഹളവും, എനിക്കത് നല്ല ഇഷ്ടമാണ്, താങ്ക് യു. ഹസീന MTP, ഹസ് എന്ത് ചെയ്യുന്നു? ഹസ് വീഡിയോസിനൊക്കെ കമൻറ്റ് പറയാറുണ്ടോ? പറയലുണ്ട്. ഹസ് കമൻസ് എല്ലാം വായിച്ചിട്ട് രാത്രിക്ക് നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളൂ. ഹസ് സൗദിയിൽ വർക്ക് ചെയ്യുന്നത്. ജസീല, ഹസ് വീട്ടിൽ നിന്നൊരു വീഡിയോ ചെയ്യും ഇൻഷാ അല്ലാ, ഇനി പോകുമ്പോൾ ചെയ്യാം. റെദൂസ് വേൾഡ്, ഹലോ ഇഷത്ത, എനിക്ക് നിങ്ങളെ വീഡിയോ എല്ലാം നല്ല ഇഷ്ടമാണ്. നിങ്ങളെ ഹസ് നാട്ടിൽ വരാനായോ? ഹസ് നാട്ടിൽ വന്നിട്ട് ഹസ്സിനെ കൂട്ടി ഒരു ലൈവ് ചെയ്യും ഇൻഷാ അല്ലാ. ഹസ് നാട്ടിൽ വരാനായിട്ടുണ്ട്. ഇപ്പോൾ 1.5 വർഷമായി പോയിട്ട്. ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ഇല്ലാണ്ട് മൂപ്പര നാട്ടിലേക്ക് വരില്ല. വന്നു കഴിഞ്ഞാൽ ഇവിടെ പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നില്ല. അനിയത്തിക്ക് ചാനലുണ്ട്, അനിയത്തിക്ക് ചാനലൊന്നുമില്ല, ഒരു മോനേ ഉള്ളൂ. ഹസ് ഹോമിൽ പോകാറില്ലേ? അവിടെ ആരെല്ലാം ഉണ്ട്? ഹസ് ഹോമിൽ പോകാറുണ്ട്, ഇപ്പോൾ കുറച്ചായി പോയിട്ട്. ഇൻഷാ അല്ലാ എന്തായാലും പോവാം. അവിടെ ആരെല്ലാം ഉണ്ട് അതെല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫമീസ് MH, ഫമീസ് മുഹമ്മദ്, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 7 കൊല്ലമായി. നിങ്ങളെ ഡ്രൈവിംഗ് അനുഭവം വെച്ച് ഒരു വ്ളോഗ് ചെയ്യുമോ ഇത്ത? ഇൻഷാ അല്ലാ എന്തായാലും ഒരിക്കൽ ചെയ്യാം. ഹലോ, ഐ ആം ഫിദ നസ്മ, ഒരു ഹായ് പറയുമോ? എൻ്റെ പേര് പറഞ്ഞിട്ട്. ഫിദ നസ്മ, ഹായ്. റംല CK, ഹായ് മൈ നെയിം ഈസ് മാജിദ, ഒരു ഹായ് പറയോ? പിന്നെ ഇത്താക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, കളറ്, നമ്പർ, ഇതെന്തായാലും വായിക്കണേ പ്ലീസ്. വായിച്ചിട്ടുണ്ട്. ഹായ് മാജിദ, ഇഷ്ടപ്പെട്ട ഫുഡ് ബീഫ് ദം ബിരിയാണി, കളറ് റെഡ്, ബ്ലാക്ക്, വൈറ്റ് എല്ലാം ഇഷ്ടമാണ്. നമ്പർ അങ്ങനെ പ്രത്യേകിച്ച് നമ്പർ ഇഷ്ടമൊന്നും അങ്ങനെയൊന്നുമില്ല, എല്ലാ നമ്പറും ഇഷ്ടമാണ്. ഷഹാമ ഷാഹുൽ, എത്ര അനിയത്തി ഉണ്ട്? എൻ്റെ നെയിം പറഞ്ഞൊരു ഹലോ പറയോ? എനിക്ക് സിസ്സിനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് നേർക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിലെ എടപ്പാളിൽ നിന്നാണ്. അപ്പോൾ ഹായ് ഷഹാമ. ഹലോ ഇത്ത, ലൈവ് ചെയ്യുമോ പ്ലീസ്? കാണാൻ നല്ല ആഗ്രഹമുണ്ട്, ഇൻഷാ അല്ലാ ഒരിക്കൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇത്തൂസെ ഷിഫ എന്ന് പറഞ്ഞ് ഒരു ഹായ് തരുമോ? ഹായ് ഷിഫ. ഹലോ ഇത്ത, നിങ്ങളുടെ ഫേവറേറ്റ് യൂട്യൂബർ ആരാണ്? അപർണ തോമസ്, അങ്ങനെ കുറേ ടീംസ് ഉണ്ട്. അങ്ങനെ ഒരു യൂട്യൂബറൊന്നുമല്ല, കുറേ ഉണ്ട്. ഹായ് ഇത്ത, നിങ്ങളെ ഒരു വീഡിയോ വെറുതെ കണ്ടതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. നിങ്ങളെ റെസിപ്പീസൊക്കെ അടിപൊളിയാണ്, താങ്ക് യു സോ മച്ച്. എനിക്കൊരു ഹായ് തരണേ. ഇർഷു, ഞാൻ +2ലാണ് പഠിക്കുന്നത്. ഇത്ത ദുആ ചെയ്യോണ്ടിട്ടോ. ഇൻഷാ അല്ലാ ദുആ ചെയ്യാം. +2 നന്നായി പരീക്ഷയെല്ലാം പാസ്സായിട്ട് നല്ല വലിയ ആളാവട്ടെ ഇൻഷാ അല്ലാ. നിങ്ങളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉപ്പ, ഉമ്മ, അനിയത്തി, ഇക്കാക്ക, ഞാൻ. പിന്നെ എനിക്കൊരു മോനുണ്ട്, അനിയത്തിക്ക് ഒരു മോനുണ്ട്. ലെച്ചൂസ് ടേസ്റ്റി കിച്ചൺ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഞാൻ ഒരുപാട് നാളായി ചാനൽ തുടങ്ങിയിട്ട്, ബട്ട് എവിടെയും എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് തളരണ്ട, എന്തായാലും എവിടെയെങ്കിലും എത്തും ഇൻഷാ അല്ലാ. എന്നെപ്പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിനോട് എന്ത് സജഷനാണ് പറയാനുള്ളത്? ഞാനും വലിയ യൂട്യൂബറൊന്നുമല്ല. സജഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, നിർത്തി പോവാതിരിക്കുക, കൂടുതൽ അതിന് വേണ്ടിയിട്ട് സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക, എപ്പോഴും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൊരു സജഷന്. ഈ ചോദ്യത്തിന് തീർച്ചയായും മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഷാഹി, ഹായ് ഇത്ത, ഞാൻ ഷാഹിന, സുഖമാണോ? യൂട്യൂബ് തുടങ്ങിയപ്പോൾ നെഗറ്റീവ് പറയുന്നവരോട് ഇത്തയുടെ റിയാക്ഷൻ എന്താണ്? അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷനൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാം, അതന്നെയാണ് എൻ്റെ ഒരു റിയാക്ഷന്. പിന്നെ ഇത്തയുടെ മോൻ്റെ നെയിം എന്താണ്? മുഹമ്മദ് ഷയാൻ. ഇത്ത എത്ര വരെ പഠിച്ചു? പ്ലീസ് ആൻസർ മൈ ക്വസ്റ്റ്യൻ. ഞാൻ +2 വരെയാണ് പഠിച്ചിട്ടുള്ളത്. അയാട്ടൊക്കെ പോയിട്ട് തിരിച്ചിട്ട് അതേപോലെ തന്നെ ഫ്ലോപ്പായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ Q&Aയിൽ തന്നെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ തന്നില്ലല്ലോ, എന്നിട്ടാണോ? സോറി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ Q&A ഇട്ടതിന് ശേഷം അന്ന് രാത്രിക്ക് തന്നെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ട് ഇനിയും ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ഷബൂസ് ടേസ്റ്റി കിച്ചൺ,
എനിക്കൊരു ഹായ് പറയുമോ? ഹായ് റംസി കിച്ചൺ. യൂട്യൂബിൽ നിന്നും ഏണിങ്സ് കിട്ടാൻ തുടങ്ങി. ഒരു ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്, ലാസ്റ്റ് മന്ത് ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഈ മാസം എന്തായാലും കിട്ടൂല, അടുത്ത മാസമായിരിക്കും കിട്ടുന്നുണ്ടാവുക. കാരണം വ്യൂസ് എല്ലാം നല്ലോണം കുറവാണ് ഇപ്പം അടുത്ത്. നിങ്ങളുടെ ഹസ് എവിടെയാണ്? സൗദിയിലാണ്. ഇത്തയുടെ ഫേസ് കാണിക്കുമോ? ഇൻഷാല്ലാ എപ്പെങ്കിൽ കാണിക്കാം. ഇത്ത സ്പെഷ്യലായിട്ട് ചോദിക്കാനൊന്നുമില്ല, എനിക്കൊരു ഹായ് തരുമോ? ഹായ് ഷിഫ്ന ABC. എനിക്കൊരു ഹായ് പറയുമോ? മൈ നെയിം നഷ്വ. ഹായ് ജസ CP. എന്നും നല്ല ഹെവി ഫുഡാണല്ലോ, എക്സസൈസ് ചെയ്യാറുണ്ടോ? അങ്ങനെ എപ്പോൾ ഹെവി ഫുഡൊന്നുമല്ല, നിങ്ങൾ വീഡിയോ കാണുമ്പം ഹെവി ആയിട്ട് കാണുന്നതാണ്. കാരണം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ കാണുമ്പം ഹെവി ആയിട്ട് കാണുന്നതാണ്. അങ്ങനെ എപ്പോഴും ഒന്നും ഹെവി അല്ല, എക്സസൈസ് ഒന്നും ചെയ്യലില്ല. രാവിലത്തെ മിറ്റടിച്ച് വരലാണ് മെയിനായിട്ടുള്ളൊരു എക്സസൈസ്, അതുതന്നെ ഒരു എക്സസൈസ് ആണല്ലോ. ഇറ്റ്സ് മീ മുഫ്ലിഹ. ഫാമിലി പ്രോബ്ലംസ് അനുഭവിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? പ്ലീസ് ആൻസർ ചെയ്യണം കേട്ടോ. ഫാമിലി പ്രോബ്ലം എന്ന് വെച്ചാൽ ഹസ്സിനെ കൊണ്ടും ഹസ്സിൻ്റെ സിസ്സിനെ കൊണ്ടും പാരൻസിനെ കൊണ്ടും അനുഭവിക്കുന്നവർക്ക് എന്ത് സജഷൻ ആണ് നൽകാനുള്ളത്? പ്ലീസ് റിപ്ലൈ. അങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. അതൊന്നും മൈൻഡാക്കണ്ട, നമ്മളെ മൈൻഡിനനുസരിച്ച് ജീവിക്കുക. അവർ പറയുന്നതൊന്നും കേൾക്കണ്ട. എപ്പോഴും നിസ്കരിച്ച് ഓതി ദുആർക്കുക, അള്ളാഹിനോട് പറയുക നമ്മളെ വിഷമങ്ങളൊക്കെ, എല്ലാം ശരിയാവും. ആർക്കാ പ്രശ്നമൊന്നും നമുക്കറിയില്ല. പക്ഷെങ്കിൽ അനുഭവിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളെ ലൈഫാണ്, നമ്മൾ എൻജോയ് ചെയ്യുക. അവർ പറയുന്നതൊന്നും കേൾക്കണ്ട. പിന്നെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നല്ലോണം ക്ഷമിക്കുക. നല്ലോണം ക്ഷമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും. ക്ഷമ ഈമാൻ്റെ പകുതിയാണല്ലോ, അപ്പോൾ അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്കങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ പറയാനൊന്നും അറിയില്ല കേട്ടോ. മമ്മു. ഇത്ത കണ്ണൂർ എവിടെയാണ്? ഞാൻ കണ്ണൂർ എടയന്നൂരാണ്. ഞാൻ കണ്ണൂർ. ഒരു ഹായ് വേണം. മമ്മു ഹായ്. റിസ്വാന ഹായ്. നിങ്ങളുടെ വ്ളോഗൊക്കെ കാണാറുണ്ട്. എൻ്റെ വീട് ശിവപുരം. റിയനെയും റിയൻ്റെ വീടും അറിയാം. നിങ്ങളുടെ വീട് എടയന്നൂർ പള്ളീൻ്റെ അടുത്താണോ? എൻ്റെ വീട് തെരൂർ ജുമാ മസ്ജിദിൻ്റെ അടുത്താണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വ്ളോഗ് ചെയ്യുമോ? അവിടെ പോക്കില്ലേ? അവിടെ പോക്കുണ്ട്. ഇൻഷാല്ലാ ഇനി പോകുമ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാം. ഹായ് അസ്സലാമു അലൈക്കും. ഇത്ത എത്ര വരെ പഠിച്ചു? +2. സിസും +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഭർത്താവ് നാട്ടിൽ വന്നാൽ ഇഷ നിങ്ങളെ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, നമ്മൾ രണ്ടിടത്തായിട്ട് നിൽക്കും. ഇന്ന സ്ഥലത്ത് തന്നെ നിൽക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വേണമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ നിൽക്കുക. ഏജ് എത്രയായി? 25. ഇതേതാ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേതാ വീഡിയോ ചെയ്യുമ്പോൾ ഇത്താത്താന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ലേ. ഇത്താത്ത വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ഹായ് പറയണേ. കണ്ണൂർ പുതിയങ്ങാടിയിലാണ്. മുഫീദ ഹായ്. ഇത്താൻ്റെ ഹസ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഹസ് നാട്ടിൽ വരുന്നില്ല. ഇപ്പം എത്രയായി പോയിട്ട്? ഹസ് ഇപ്പോൾ ദമാമിലാണുള്ളത്. നാട്ടിൽ വരണമെന്നെല്ലാം ഉണ്ട്. പോയിട്ടിപ്പോൾ 1.5 വർഷമായി. യൂട്യൂബ് സാലറി കിട്ടാറുണ്ട്? ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടുമായിരിക്കും ഇൻഷാല്ലാ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഇനിയും കിട്ടുമായിരിക്കും. പക്ഷേ ഇപ്പോൾ വ്യൂസ് എല്ലാം കുറവായതുകൊണ്ട് തന്നെ ഈ മാസം എന്തായാലും കിട്ടൂല. ഇനി അടുത്ത മാസമായിരിക്കും കിട്ടുക. മിൻഷ. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സന്തോഷമായ ഒരു കാര്യവും സങ്കടമായ കാര്യവും? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഇപ്പം ഞാൻ പറയുക? അങ്ങനെയൊന്നുമില്ല. അല്ല, ഹസ്ബൻഡിൻ്റെ വ്ളോഗിൽ ഞാൻ പറയാം കേട്ടോ. ഹസ്ബൻഡും ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പറയാം ഏതാണ് സന്തോഷം ഏതാ സങ്കടം എന്നെല്ലാം. ഇർഷു. ഹലോ ഇഷുത്ത, സുഖമല്ലേ? സുഖം തന്നെയാണ്. എൻ്റെ പേര് ഇർഫാന, മലപ്പുറം. പിന്നെയില്ലേ, ഞാനൊരു നിക്കാബിയാണ് കേട്ടോ. നിക്കാബി ഇടുന്നവരെ പറ്റി ഇത്താക്ക് എന്താ പറയാനില്ല? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നഹല. നിങ്ങൾ എന്താ നിങ്ങളുടെ ഫേസ് കാണിക്കാത്ത? അങ്ങനെ പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ല, കാണിക്കണ്ടെന്ന് തോന്നി, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇഷത്ത, എനിക്കൊരു ഹായ് തരുമോ? ഹായ്. പിന്നെ ഇക്കാൻ്റെ ഫാമിലിയും ഇത്താൻ്റെ ഫാമിലി മെമ്പേഴ്സും ആരെല്ലാം? ഓളപ്പാറും പിന്നെ ഓളിതാ. എന്താ ഓളെന്ന് വിളിക്കാനും ഐ ആം വെയിറ്റിംഗ്. എനിക്ക് വായിച്ചിട്ട് തിരിയുന്നില്ല കേട്ടോ. എന്തായാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഓൾറെഡി പറഞ്ഞതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാലിഹ അനസ്. ഇത്തൂസെ വീഡിയോയിൽ എൻ്റെ പേര് പറയുമോ? ഞാനും ഒരു ഹിജാബി ഇത്ത നിക്കാബിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. താങ്ക് യു. സ്വാലിഹ അനസ് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ട്. സുഹൈൽ കെൻ. പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനുള്ള. സഹലാൻ സലാം.
എന്ന പേരിൽ ഒരു ഹായ് പറയൂ. സഹല സലാം ഹായ്. ഹസ് വീട്ടിൽ പോകാറില്ലേ? അവിടെ നിന്ന് വീഡിയോ ചെയ്യണേ ഇൻഷാല്ല. പോക്കുണ്ട്, ഇനി പോകുമ്പോൾ വീഡിയോ ഇടാം. ലവ്ലി ഹിജാബ് ഇത്ത ഹസ് ഹൗസിലാണോ അതോ ഇത്താൻ്റെ വീട്ടിലാണോ കൂടുതൽ നിൽക്കാറ്? ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് കൂടുതൽ നിൽക്കൽ. കണ്ണൂർ ഭാഗത്ത് ഹസ്സിൻ്റെ വീട്ടിൽ നിൽക്കണമെന്നില്ല, അങ്ങനെ പ്രത്യേകിച്ച് നിൽക്കണമെന്നില്ല. സംശയം ചോദിച്ചതാണ്, സാരമില്ല, സംശയമില്ല, ഞാൻ ക്ലിയർ ആക്കി തരാം. ഓരോ ഭാഗത്തും ഡിഫറെൻ്റ് ഉണ്ടാവും. അവിടെ എങ്ങനെയാണ് ഒന്ന് ക്ലിയറായി പറഞ്ഞു തരുമോ? ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ന സ്ഥലത്ത് തന്നെ നിൽക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിൽ നിൽക്കാം. ഹസ്ബൻഡിൻ്റെ താല്പര്യം എങ്ങനെയാണോ അതേപോലെ നിൽക്കാം. നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ ചിലർ അവിടെ തന്നെ നിൽക്കുന്നവരുണ്ട്, ചിലർ നമ്മളെ വീട്ടിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാം. എത്ര വരെ പഠിച്ചു? വെറും കുക്ക് മാത്രമേ ഉള്ളൂ. പഠിച്ചത് +2 വരെയാണ്. കുക്ക് മാത്രമല്ല, വേറെ എല്ലാ പണിയുണ്ട്, ക്ലീനിങ് എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെ ആക്കൊന്നും വേണ്ട കുക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നഹല ABCD ഹായ് സാന അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഹസ്സിൻ്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഹസ്സ് ഗൾഫിൽ എവിടെയാണ് ജോബ്? അങ്ങനെ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഹസ്സ് ദമാമിലാണ്. ഹിസാന ജെറീഷ് ആരാണ്? സെയിൻ റിയാസ്. ഞാൻ തന്നെയാണ് ഹിസാന ജെറീഷ്. ഹായ്, ഹസ്ബൻഡ് ഗൾഫിലാണോ? നിങ്ങളുടെ ഒരു ഫാമിലി പിക്ക് കാണിക്കോ? ഹസ്ബൻഡ് നിങ്ങളും ഉള്ളത്? ഇൻഷാല്ല ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ഹസ്ബൻഡ് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. സയ്യാദീസ് വേൾഡ് ഇത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ 10th ഒരുമിച്ച് പഠിച്ചതാണ് മജ്ലിസിൽ. ഒക്കെ എന്തെല്ലോ എന്നോട് ചോദിക്കാനുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഓളെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ കുറേ മെസ്സേജ് ഉണ്ടായിരുന്നു. നീ എൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ, നീ അങ്ങനെ സാധനം എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഓക്ക് ഇതിൽ റിപ്ലൈ കൊടുക്കുക. ഓക്ക് ഇപ്പം എന്നോട് എന്തെല്ലോ ചോദിക്കാനുണ്ട്, അതിൻ്റെ റിപ്ലൈ ഒന്ന് കൊടുത്തേക്കാം. ഞാൻ നിൻ്റെ സ്വന്തം സയ്യാദി. എനിക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻസ് കള്ളത്തി എന്തെല്ലോ പണി തരാനുള്ള ക്വസ്റ്റ്യൻസാണ്. നിനക്ക് 10th ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ഹാപ്പി മൊമെൻ്റ് ആൻഡ് സാഡസ്റ്റ് മൊമെൻ്റ്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിട്ട് പണി തരാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമെന്ന്. അത് ഞാൻ എന്തായാലും ഇതിൽ പറയുന്നില്ല. എനിക്ക് ഞാൻ വാട്സപ്പിൽ പറഞ്ഞില്ല, നീ ഓൺലൈനിൽ വാട്ടാ. സാഡസ്റ്റ് മൊമെൻറ്റ് നമ്മളെ മാജിക് ഉണ്ടല്ലോ, മാജിക് കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ല സാഡസ്റ്റ് ഏതാന്ന്? 10th ലൈഫിൽ സ്കൂൾ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അങ്ങനെ സബ്ജക്റ്റ് മാത്സാണ്. പിന്നെ എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ്. പിന്നെ ടീച്ചർ നമ്മൾ ആര്യ ടീച്ചറാണ് കേട്ടോ. റീസൺ ഞാൻ പറഞ്ഞുതരണം, ഇതിലെന്നെ പറഞ്ഞുതരാം. നമ്മളൊരു ദിവസം ക്ലാസ്സിൽ നിന്ന് പിന്നെ ഇതുണ്ടല്ലോ ഒരു ടീച്ചർ അതിലേ കൂടി പോകുന്നുണ്ട്. എപ്പം പോയി ടീച്ചറായിട്ട് ഇത് കേൾക്കുമോയെന്നറിയില്ല. ആര്യ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആര്യ പോകുന്ന ആര്യ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ടീച്ചർ കേട്ടിട്ട് ആരാ ഇപ്പം എൻ്റെ പേര് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെന്താക്കി എല്ലാവരും എണീപ്പിച്ചിട്ട്. അപ്പോൾ ടീച്ചർക്ക് എൻ്റെ സൗണ്ട് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് എന്നെ എണീച്ചെത്തിച്ചിട്ട് എന്നോട് പറഞ്ഞ് നീ അല്ലേ പറഞ്ഞത് ആര്യാന്ന്, ബഹുമാനമില്ല അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പം നമ്മളൊരു ഇതിൽ പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും എനിക്ക് ലാസ്റ്റ് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ആര്യ ടീച്ചറെ പേര് പറഞ്ഞതല്ല, ഈ പെണ്ണ് ആര്യാന്ന് ചോദിച്ചതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്കൂട്ടായതാണ്. അതെനിക്ക് ഓർമ്മയില്ല. ഇതാണ് റീസൺ കേട്ടോ. നമ്മുടെ ടീച്ചറ് അന്ന് സ്ക്യൂട്ടായതാണ്. പിന്നെ കുറേ ടീച്ചറുണ്ട്. കവിത ടീച്ചർ, സുജാത ടീച്ചർ, സസ്പതി ടീച്ചർ, അങ്ങനെ കുറേ ടീച്ചറുണ്ട്. യൂട്യൂബ് ഒരു പാഷനായത് എപ്പോൾ? കുറച്ച് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സെല്ലാം കൂടിയവരാണ് പാഷനായിട്ട് മാറിയത്. പിന്നെ ഞാനിപ്പോൾ അനിയത്തിൻ്റെ കട്ട ഫാനാണ് കേട്ടോ. നീ അങ്ങനെയെല്ലാം പറയും സാധനമല്ലേ നീ. അപ്പം മുബി അനിയത്തിൻ്റെ പേരെന്താ? ഫസ്ന. നിങ്ങളെ ഹസ്സിൻ്റെ വീട് എവിടെയാണ്? നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം. ഹസ്ബൻഡിൻ്റെ വീട് ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്, വെളിയമ്പ്ര കൊട്ടാരം. ഏതുവരെ പഠിച്ച്? +2 വരെ. എനിക്കൊരു ഹായ് തരൂ. അസ്ലീന ഹായ്. നെക്സ്റ്റ് കമൻറ്റ് ഗേളി ലൈഫ്. ഇത്താത്തൻ്റെ ഹസ്സിൻ്റെ നെയിം എന്താ? ജെറീഷ്. ഹസ് നാട്ടിൽ വരുമ്പോൾ വീഡിയോ ചെയ്യൂലേ? ഇൻഷാല്ല ചെയ്യാട്ടോ. ഹായ് അമ്മായി നദീറ ഹായ്. എത്ര ഏജ്? 25. ഹസ്സിൻ്റെ വീട്ടിലേക്ക് എന്താ പോവാത്തത്? ഏജ് എത്രയാണ്? ഏജ് ഓൾറെഡി പറഞ്ഞതാണ്. ഇന്ന് പോവാത്തത് എന്താണെന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് പോക്കുണ്ട്. പോയിട്ട് 2 ദിവസം നിന്നിട്ട് വരുത്തുന്നുണ്ട്. ഇനി ഇൻഷാല്ല നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോകണം. എന്തായാലും വ്ളോഗ് ചെയ്യാം. ഇഷത്താൻ്റെ ഉമ്മാക്ക് എത്ര കുട്ടികളുണ്ട്? 3 മക്കളാണ്, ഒരാണും 2 പെണ്ണും. ഹായ്ഡാ. മട്ടന്നൂർ HNC ഹോസ്പിറ്റൽ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്കുള്ള വഴി തുടങ്ങിയത്. എൻ്റെ ബ്രോ വൈഫിൻ്റെ ഡെലിവറി അവിടെ ആയിരുന്നു, ജനുവരി 2021. നല്ല രസമാണ് നിങ്ങളെ എൻ്റെ സ്ലാങ്. ഇടയ്ക്കിടെ നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എന്നെപ്പോലെ ആണെന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്.
സോ ഒന്നും പ്രത്യേകിച്ച് പറയാനും ചോദിക്കാനും ഇല്ല. എനിക്കൊരു ഹായ് പറയണം കേട്ടോ, നെയിം എടുത്ത് പറഞ്ഞിട്ട്. ജാസ് സഹി ഹായ്. അഫിയ ഉബൈദ് നിങ്ങളെ ക്വാളിഫിക്കേഷൻ +2, മാരേജ് കഴിഞ്ഞിട്ട് എത്ര ഇയേഴ്സായി? 7 ഇയേഴ്സായി. 8ലേക്ക് കാലെടുത്ത് വെക്കുന്നത്. നിങ്ങളെ ഫാമിലീനെയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയെയും കുറിച്ച് പറയുമോ? എല്ലാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. സുഖാണോ? നെയിം ഫെമിന. സുഖാണ്. ഇഷ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ആൻഡ് രീതിയും ഒന്ന് കാണിക്കുമോ? ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, iMovieയിലാണ് എഡിറ്റ് ചെയ്യൽ. അത് വീഡിയോ വേണ്ടവർ കയറി ഒന്ന് കണ്ടുനോക്കാം. ഹാദിയ എൻ്റെ നെയിമും പറയണം ഇഷുത്ത. ഹാദിയ എൻ്റെ മോളുടെ നെയിമാണ്. എൻ്റെ നെയിം നൗഫിയ ഹായ്. കണ്ണൂരിൽ എന്താ കല്യാണം കഴിച്ചു കൊടുത്തിട്ടും സ്വന്തം വീട്ടിൽ നിൽക്കുന്നത്? ഭർത്താവ് ഒന്നും പറയാറില്ലേ? അവരുടെ ഉമ്മാനെയും ഉപ്പാനെയും കാണാൻ പോകാറില്ലേ? മക്കൾ അവിടെയല്ലേ വളരേണ്ടത്? അങ്ങനെയൊന്നുമില്ല, എവിടെയാലും വളർന്നാൽ പോരെ. കണ്ണൂരിൽ കല്യാണം കഴിച്ചു കൊടുത്താലും സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പണ്ട് മുതലേ ഉള്ളൊരു സംഭവമാണ്. അങ്ങനെ നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കലൊന്നുമില്ല. നമ്മൾ അവിടെ പോയിട്ട് നിൽക്കലുണ്ട്. ഒരു മാസത്തിൽ 10 ദിവസം ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കൽ. ഹസ്ബൻഡ് ഒന്നും പറയലൊന്നുമില്ല. എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്നൊക്കെ അറിയില്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹസ്സിന് എന്താ ജോബ്? ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നാദിയ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വൈഫൈ ആണോ യൂസ് ആക്കൽ? അല്ല, ഫോണിലെ നെറ്റിൽ തന്നെയാണ്. സമയം ഇപ്പം ഏകദേശം 12:30 കേട്ടോ. എന്നാലും സാരിയില്ല, ഇത് കഴിച്ചിട്ട് ബാക്കി നോക്കാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ വീട്ടിലുള്ളവരുടെ അഭിപ്രായം എന്തായിരുന്നു? കളിയാക്കലായിരുന്നു. ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്. ബട്ട് ഇത്താനോട് ചോദിക്കാനുള്ളൂ, ഇത്തയുടെ ഷുവർ നെയിം എന്താണ്? പിന്നെ ഹോസ്പിറ്റൽ പോകാറില്ലേ? പ്ലീസ് എൻ്റെ ഒന്ന് Q&A ചോദിച്ചതിന് ആൻസർ തരണേ. പിന്നെ ഇത്താനോട് ഹായ് കുറേ പ്രാവശ്യം പറഞ്ഞിന്, പക്ഷേ റിപ്ലൈ ഇല്ല. ഞാൻ എല്ലാവർക്കും മാക്സിമം റിപ്ലൈ കൊടുക്കലുണ്ട്. ആയിഷ ഫെറിൻ ഹായ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോക്കുണ്ട്. ഷെയർ നെയിം എന്താണെന്ന് വെച്ചാൽ ഹിസാന എന്നാണ്. ഇനി ഹായ് ഞാൻ ഷഹീറ. ഇത്താക്ക് എത്ര വയസ്സായി? 25. സിസിൻ്റെ നെയിം എന്താണ്? ഫസ്ന. പിന്നെന്താ ഷബി ഫൈഹാസ് ഹായ് ഇഷത്ത, ഞാൻ നസ്രീൻ. ഇത്താൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണലുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത്താൻ്റെ വീഡിയോസ്. എനിക്ക് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇത്ത, ഈ ഒരു കമൻറ്റ് വായിച്ച് എനിക്കൊരു ഹായ് പറയുമോ? ഹായ് ഷബി ഫൈഹാസ്. അല്ലാതെ ഇപ്പോൾ എന്താ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ലേ? എല്ലാ വിവരങ്ങളും ഇഷത്ത വീഡിയോസിൽ തന്നെ പറയലുണ്ട്. പിന്നെന്ത് ചോദിക്കാനാണല്ലേ? അതന്നെ. എൻ്റെ നെയിം പറഞ്ഞൊരു ഹായ് പറയണം ഇത്ത. പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇഷത്താൻ്റെ അടുത്ത വീഡിയോ കാണുമ്പം ഞാനത് പ്രതീക്ഷിക്കും. പറയണം ട്ടാ ഇത്ത, പ്ലീസ് മറക്കല്ലേ. പറഞ്ഞിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇത്താൻ്റെ ചാനൽ ഉയരങ്ങളിലേക്ക് പോവട്ടെ. ഞാൻ ദുആ ചെയ്യാം. മാഷാ അല്ലാ. ഹസ് വീട് കണ്ണൂരാണോ? അതെ, കണ്ണൂർ തന്നെ. ഇത്ത യൂട്യൂബ് തുടങ്ങാനുണ്ടായ കാരണം? അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. വരുമാനം കിട്ടത്തുടങ്ങിയോ? ഒരിക്കൽ കിട്ടി. യൂട്യൂബ് തുടങ്ങുന്നവരോട് പറയാനുള്ളത്, പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ. തുടങ്ങുന്നവരോട് പറയാനുള്ളത് നല്ല ക്ഷമ വേണം. ഈ ഒരു യൂട്യൂബിന് നല്ല ക്ഷമ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താ പറയുക, അസൂയ കുശുമ്പ്, ഓൾക്ക് വ്യൂസായി ഓൾക്ക് സബ്സ്ക്രൈബേഴ്സായി അങ്ങനെയുള്ള ഒരു കാര്യവും ചെക്ക് ചെയ്യാതിരിക്കുക. നമ്മളായിട്ട് തന്നെ നിൽക്കുക. പിന്നെ തുടങ്ങിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നല്ല കളിയാക്കൽ സഹിച്ചിട്ടുണ്ട്. ആരും ഇതുവരെ നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ഫുൾ ഹിജാബിലാണോ നടക്കൽ? അതെ. പിന്നെ ഹായ് ഇത്ത, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് പറയോ? എൻ്റെ നെയിം പ്ലീസ്. പിന്നെ എൻ്റെ നെയിം പറയണേ. സാനിയ. ഞാൻ ഓൾറെഡി എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത്ത എത്ര വരെ പഠിച്ചു? +2. ഇത്തയുടെ പ്രായം എത്രയാ? 25. നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാറില്ലേ? പോകാറുണ്ട്. ഹസ്സിൻ്റെ ജോബ് എന്താ? ബാപ്പയുടെ ജോബ് എന്താ? ബ്രദറിൻ്റെ ജോബ് എന്താ? ഹസ്സിൻ്റെ ജോബ് സൗദി ദമാമിൽ വർക്ക് ചെയ്യുന്നത്. ബാപ്പ നാട്ടിൽ തന്നെയാണ്. ബ്രദറിൻ്റെ ജോബ് മാരുതി പോപ്പുലറിൽ വർക്ക് ചെയ്യുന്നത്, സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനെ എന്തോ ആണ്. ഹസ്സിൻ്റെ വീട്ടിൽ പോയി നിൽക്കാറില്ലേ? നിൽക്കാറുണ്ട്. അനിയത്തിയുടെ സൗണ്ടാണ് നിങ്ങളെ വീഡിയോൻ്റെ ഹൈലൈറ്റ്. ഇപ്പോൾ ആയിക്കോട്ടെപ്പാ. ഇപ്പോൾ ഓളൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. നിങ്ങളിങ്ങനെ ഫാൻസ് അസോസിയേഷൻ ഇറക്കിയിട്ട് എന്തെല്ലോ പറയുന്നുണ്ടപ്പാ. ഫാൻസ് അസോസിയേഷൻ ഇറക്കിയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. ആയിഷ ഇത്താത്തൻ്റെ അനിയത്തിയുടെ മുഖം കാണിക്കുമോ?
നല്ല കാര്യമായി പോയി. ഓളൊരു വാട്സപ്പിൽ DPO സ്റ്റാറ്റസ് വരെ ഇടാത്ത ഓളെ മുഖാന്ന് ഇനിയിൽ കാണിക്കേണ്ടത്. ഇൻഷാ അല്ലാ എപ്പെങ്കിലും കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഇത്താത്ത യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രതികരണം അങ്ങനെ പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ, പക്ഷെ നല്ല മാന്യമായ രീതിയിൽ ആളെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ വേണം വീഡിയോസ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുഖം കാണിക്കാത്തത് പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. കുറേ അധികം ലെങ്തായി പോയിന്ന് തോന്നുന്നു. എന്തായാലും സാരിയില്ല, കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് അടിച്ചടിച്ച് കണ്ടോട്ടാ. പിന്നെ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ കുറേ അറിയാം. ഇനിയും ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ നിങ്ങളെ കാണണമെന്ന് പറയും. സാരിയില്ല കേട്ടോ, കാണാട്ടോ. നോമ്പിൻ്റെ ഒരുക്കം അങ്ങനെ പ്രത്യേകിച്ച് ഒരുക്കമൊന്നും ആയിട്ടില്ല. സാധനങ്ങളെല്ലാം വാങ്ങി വെച്ച് പിന്നെ നമ്മൾ ഒരുക്കങ്ങളൊന്നും കൂട്ടാറില്ല. എല്ലാം സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കലാണ്. ഇപ്പം സമയം 12:26. നാളെയാണ് പിന്നെ നോമ്പ്. ഇന്ന് രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എഡിറ്റ് ചെയ്യലും എല്ലാം എനിക്ക് വേണം കടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അഫ്സൽ PV, ഞാൻ സഫ്വാന. ഇത്ത യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. യൂട്യൂബ് തുടങ്ങുമ്പോൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. കുറേ കളിയാക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിപ്പോഴും കേൾക്കുന്നുണ്ട്. ഇത്ത ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവാറില്ലേ? ഉണ്ട്. ഇൻഷാ അല്ലാ വീട് എന്തായാലും കാണിച്ചു തരാം. ഹസ്സിൻ്റെ വീട് എവിടെ? വെളിയമ്പ്ര. മുഖം കാണിക്കൂ. ഹസ്സിൻ്റെ ജോബ് എന്താ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ റീസണെല്ലാം അധികം പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ കേട്ടോക്കാം. നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാ? iMovie. ഹസ് വീട്ടിൽ ആരൊക്കെയുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹായ് തരൂ. ഹായ്. ഹലോ, സുഖാനോ? സുഖം തന്നെ. അനിയത്തിൻ്റെ പേരെന്താ? ഫസ്ന. ഹായ്. റിനൂഷായി ഹായ്. എല്ലാവരോടും ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇപ്പോൾ ഏകദേശം കഴിയാനായിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു Q&A സെക്ഷൻ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് തന്നെയാണ് കാണുന്നുണ്ടാകുക. പിന്നെ 2-3 വീഡിയോസ് വരാനുണ്ട്. കണ്ടോ, പിന്നെ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കമൻസ് വന്നിട്ടുണ്ട്. 43 കമൻസ് 52 കമൻസ് ഉണ്ട്. അതിനെല്ലാം റിപ്ലൈ കൊടുത്തിട്ട് വേണം ഇന്നിനി കടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ കമൻസ് വന്നില്ലെങ്കിൽ അതും കൂടി ഒന്ന് റിപ്ലൈ കൊടുത്തേക്കാട്ടാ. ഇതെല്ലാം ഇപ്പം വന്നതിൻ്റെയാണ്. ഓൾറെഡി എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിച്ചതിൻ്റെ റിപ്ലൈ ഞാൻ തന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് Q&A സെക്ഷൻ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പിന്നെ കുറേ പേര് ഫേസ് കാണിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം കാണിക്കുമോ എന്ന് ചോദിച്ചവരോട് ഇതാണ് ഞാൻ, ഇതെൻ്റെ ഹസ്ബൻഡാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബൈ.